ഇപ്പോൾ അടുത്ത മെത്തേഡാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ളതും ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ എന്താണ് ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ അക്സെപ്റ്റബിൾ ലിമിറ്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സർവീസബിലിറ്റി റിക്വയർമെൻറ്റ്സ് ബിഫോർ ദി ഫെയിലിയർ ഒക്കേഴ്സ്. ഫെയിലിയർ ഒക്കർ ചെയ്യുന്നതിൻ്റെ മുന്നിലുള്ള എന്താണ് അക്സെപ്റ്റബിൾ ലിമിറ്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സർവീസബിലിറ്റി റിക്വയർമെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാം, ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, എന്ത് സേഫ്റ്റി ആൻഡ് സർവീസബിലിറ്റി എന്ന് പറഞ്ഞു. നേരത്തെ കേസിലൊക്കെ നമ്മൾ എന്താണ് സേഫ്റ്റി മാത്രമായിരുന്നു കൺസിഡർ ചെയ്തത്. അപ്പോൾ എന്താണ് സർവീസബിലിറ്റി എന്നും കൂടെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട് ഈ ഒരു മെത്തേഡിൽ. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ലിമിറ്റ് സ്റ്റേറ്റ്സ് ആണ് ഈ ഒരു കേസിൽ വരുന്നത്. എന്ത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ്, അതായത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ലിമിറ്റ് സ്റ്റേറ്റ്, ആൻഡ് രണ്ടാമത്തത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി. അങ്ങനെ രണ്ട് ലിമിറ്റ് സ്റ്റേറ്റ് വരുന്നുണ്ട്, ഓഫ് കൊളാപ്സ് ആൻഡ് എന്ത് ഓഫ് സേഫ്റ്റി എന്നും പറയാം. അതേപോലെ എന്താണ് സർവീസബിലിറ്റി, സെക്കൻഡ് കേസ് സർവീസബിലിറ്റി എന്ന് പറയാം. അപ്പോൾ രണ്ടാമത്തെ കേസിൽ മീൻസ് ആദ്യത്തെ കേസിൽ എന്താണ് കൊളാപ്സിൻ്റെ കീഴിൽ വരുന്നത് എന്തൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് മെയിൻലി ഡീൽസ് വിത്ത് ദ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദി സ്ട്രക്ചർ അണ്ടർ ദി മാക്സിമം എക്സ്പെക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞാൽ എത്ര മാക്സിമം ലോഡ് വരുന്നോ ആ ഒരു ലോഡിനനുസരിച്ചിട്ട് ആ ഒരു സ്ട്രക്ചറിൻ്റെ സ്ട്രെങ്ത് എത്രയാണ്, അത് എത്രത്തോളം സ്റ്റെബിളാണ് എന്നൊക്കെയാണ് എന്തിൽ നമുക്ക് കൊളാപ്സിൽ വരുന്നത്. ദി അതർ കേസ്, അതായത് സർവീസബിലിറ്റിയിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ കണ്ടീഷൻസ് ലൈക്ക് ഡിഫ്ലക്ഷൻ, ക്രാക്കിംഗ് ഓഫ് സ്ട്രക്ചർ അണ്ടർ സർവീസ് കണ്ടീഷൻസ്, ആൻഡ് ഡ്യൂറബിലിറ്റി, ഓവറോൾ സ്റ്റെബിലിറ്റി, വൈബ്രേഷൻ, ഫയർ റെസിസ്റ്റൻസ്, ഫാറ്റിക് എക്സെട്ര. അതായത് നമ്മളിപ്പോൾ ഇന്ന സ്ട്രക്ചർ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ സേഫ്റ്റി എന്നതിനേക്കാളുപരി, അല്ലെങ്കിൽ അതിന് എത്ര ലോഡ് എടുക്കാൻ പറ്റുന്നു എന്നതിനേക്കാട്ടിലുപരി നമ്മൾ വേറൊരു കാര്യം കൂടെ കൺസിഡർ ചെയ്യണം. അതാണ് ഡിഫ്ലക്ഷൻ, വൈബ്രേഷൻ ഒക്കെ എന്ന് പറഞ്ഞ ഡ്യൂറബിലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇപ്പോൾ നമ്മൾ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഹൈലി ഡിഫ്ലക്ഷൻ ഫോം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ക്രാക്സ് കുറേ നമുക്ക് വിസിബിളായിട്ടുള്ള ക്രാക്സ് ഫോം ചെയ്യുകയാണെങ്കിലൊക്കെ ആ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിലുള്ള ആൾക്ക് ഇതൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ ആ ഒരു കേസൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡീൽസ് വിത്ത് ഡിഫ്ലക്ഷൻ. അപ്പോൾ നമ്മളൊരു ബീം ഹൈലി ഡിഫ്ലക്റ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ലിമിറ്റ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ അതുപോലെ ക്രാക്കിംഗ് ഉണ്ട്, ഡ്യൂറബിലിറ്റി ഉണ്ട്, വൈബ്രേഷൻ, ഫയർ റെസിസ്റ്റൻസ്, ഫാറ്റിക് ഒക്കെ ഇതിൻ്റെ കീഴിൽ വരും, സർവീസബിലിറ്റിൻ്റെ കീഴിൽ വരും. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ലിമിറ്റ് സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കി. ഓക്കെ, അടുത്തത് ക്യാരക്ടറിസ്റ്റിക് ആൻഡ് ഡിസൈൻ വാല്യൂസ്. അതായത് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡിസൈൻ വാല്യൂസ്. മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, ക്യാരക്ടറിസ്റ്റിക് വാല്യൂവിനെയാണ്. ഓഫ് സ്ട്രെങ്ത്, മെറ്റീരിയൽ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ലോഡും. എത്ര ലോഡ് അപ്ലിക്കേഷൻ വരുന്നുണ്ട് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ലോഡ് എത്രയാണ് എന്നതിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളെ ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ വരുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ IS റെക്കമെൻഡേഷൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഒന്നും കൂടെ പറയുന്നുണ്ട് ഇതിൻ്റെ താഴെ. അപ്പോൾ നമുക്ക് പറയാം, ദി ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റനെ ബേസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ നമുക്കത് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അസ്യൂം ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിസൈൻ വാല്യൂ, ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്താണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ഡിസൈൻ വാല്യൂ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക് വാല്യൂവിൽ നിന്നാണ്. അതായത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂവിനെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ അപ്ലൈഡ് ലോഡ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിസൈൻ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ സ്ട്രെങ്ത്. ഇപ്പോൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ സ്ട്രെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസൈൻ സ്ട്രെങ്ത്, ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം അല്ലേ. നമ്മളൊരു വാല്യൂ വെച്ചിട്ട് അണ്ടർ എസ്റ്റിമേറ്റ്, നമ്മൾ ഇത്ര സ്ട്രെങ്ത് ഉണ്ട്, ആക്ച്വലി ഇത്ര സ്ട്രെങ്ത് ഉണ്ടെങ്കിലും നമ്മൾ അത്ര സ്ട്രെങ്ത് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ആ ഒരു സ്ട്രെങ്ത് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പാടില്ല. നമ്മളുള്ള സ്ട്രെങ്ത്തിൽ നിന്ന്
സം ഫാക്ടർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്തിട്ട് വേണം ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ. ഓഫ് മെറ്റീരിയൽ സ്ട്രെങ്ത്. ഓക്കെ, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ മെറ്റീരിയൽ സ്ട്രെങ്ത് ഗാമ എം എന്ന് ഡിനോട്ട് ചെയ്യും. അതുപോലെ തന്നെ ഡിസൈൻ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. അതായത് നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാണ് വേണ്ടത്. ലോഡ് നമുക്ക് ഒരു സർട്ടൺ ലോഡ് വരുന്നുണ്ടെങ്കിലും നമ്മൾ അതിലും കൂടുതൽ ലോഡ് എന്ത് ചെയ്യണം, എക്സ്പെക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡിസൈൻ ചെയ്യാൻ. അതുകൊണ്ടാണ് ഇവിടെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഓഫ് ലോഡ് എന്ത് ചെയ്യുന്നത്, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ലോഡ് ഇൻറ്റു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ് വരുന്നത്, ഡിസൈൻ ലോഡ് വരിക. അപ്പോൾ ഇതാണ് ഡിസൈൻ വാല്യൂസ്. ഇത് രണ്ടുമാണ് ഡിസൈൻ വാല്യൂസിൽ വരുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, IS കോഡിൽ നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ഓഫ് ദി മെറ്റീരിയൽ ബിലോ വിച്ച് മോർ ദാൻ 5% ഓഫ് ദി സ്ട്രെങ്ത് റിസൾട്ട് ഈസ് എക്സ്പെക്റ്റഡ് ടു ഫെയിൽ. അതായത് നമ്മൾ കുറേ സെറ്റ് ഓഫ് സ്പെസിമെൻസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരേ മിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ള കുറേ സെറ്റ് ഓഫ് സ്പെസിമെൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മാക്സിമം, അതായത് 5%-നേക്കാൾ കൂടുതൽ 5%-നേക്കാൾ കൂടുതൽ അതായത് ഈ സ്പെസിമെൻസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സർട്ടൺ വാല്യൂ, ആ ഒരു സർട്ടൺ വാല്യൂവിനെക്കാട്ടിലും കുറവ് സ്ട്രെങ്ത് ഉണ്ടാവാൻ പാടില്ല. ആ ഒരു സർട്ടൺ വാല്യൂവിനാണ് നമ്മൾ എന്താ പറയുക, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഫോർ കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആയിട്ട് എടുക്കുക. സ്റ്റീലിനെ ആണെങ്കിൽ മിനിമം ഈൽഡ് സ്ട്രെസ് അല്ലെങ്കിൽ 0.2% പ്രൂഫ് സ്ട്രെസ് ആണ് നമ്മൾ സ്റ്റീലിൻ്റെ കേസിൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിൽ വരിക. ഇനി അപ്പോൾ അടുത്ത വരുന്ന ക്യാരക്ടറിസ്റ്റിക് ലോഡാണ്. ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടേം ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഓഫ് ദ ലോഡ് വിച്ച് ഹാസ് എ 95% പ്രോബബിലിറ്റി ഓഫ് നോട്ട് ബീങ് എക്സീഡഡ് ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദി സ്ട്രക്ചർ. അതായത് ആ ഒരു സ്ട്രക്ചറിൻ്റെ ഹോൾ ലൈഫിൽ ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെക്കാട്ടിലും കൂടുതൽ ലോഡ് വിൽ ബി ലെസ് ദാൻ ഒരു 5% തന്നെ വരുള്ളൂ. ഈ ഒരു ലോഡിനെക്കാട്ടിൽ കൂടുതൽ ലോഡ് വരാനുള്ള സാധ്യതയുള്ളൂ. അതായത് 95% ചാൻസും വിച്ച് വിൽ ബി ഈ ലോഡിനെക്കാട്ടും ലെസ്സർ വാല്യൂ ആയിരിക്കും വരാം. ഓക്കെ, അതാണ് ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക് ലോഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള 4 കോഡുകളുണ്ട് നമുക്ക്. ഓക്കെ, ഒന്ന് ഡെഡ് ലോഡ് കിട്ടാൻ വേണ്ടിയിട്ട് IS 875 പാർട്ട് 1, ഇമ്പോസ് ലോഡ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇമ്പോസ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ലോഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് IS 875 പാർട്ട് 2 ആൻഡ് വിൻഡ് ലോഡ് പാർട്ട് 3ലും സ്നോ ലോഡ് പാർട്ട് 4ലുമാണ് ഉള്ളത്. IS 875 തന്നെ 4 പാർട്സ് ആയിട്ട്, അതിൽ ഫസ്റ്റ് വണ്ണിൽ ലെഡ് ലോഡ്, സെക്കൻഡ് വണ്ണിൽ ഇമ്പോസ്ഡ് ലോഡ്, തേർഡ് വണ്ണിൽ വിൻഡ് ലോഡ്, ഫോർത്ത് വണ്ണിൽ സ്നോ ലോഡ്. ഓക്കെ, അതുപോലെ തന്നെ സീസ്മിക് ലോഡ് അല്ലെങ്കിൽ എർത്ത് ക്വേക്ക് ലോഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വരുന്നത് IS 1893ലാണ്. ഓക്കെ, ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. നമ്മളത് എവിടേക്കാണ് യൂസ് ചെയ്യുക, നമ്മൾ ഡിസൈൻ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ നമുക്ക് കോഡിൽ നിന്ന് കിട്ടും. ഫ്രം ദി ടേബിൾ 18 IS 456/2000 നമുക്ക് കിട്ടും. ആൻഡ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഗാമ എം, അതായത് മെറ്റീരിയലിൻ്റെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ നമുക്ക് കോൺക്രീറ്റ് ആണെങ്കിൽ 1.5ഉം സ്റ്റീലാണെങ്കിൽ 1.15ഉമാണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ലോഡിൻ്റെ കേസ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെത്, ഈ 2 മെറ്റീരിയലാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുക. ഈ 2 മെറ്റീരിയലിൻ്റെ വാല്യൂസ് വരുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ.